അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നമ്മൾ ഉന്നയിക്കുന്ന ഈ വിഷയം എന്ന് പറയുന്നത് ഈ മതവിശ്വാസത്തിൻ്റെ പേരിൽ വാക്സിനേഷൻ അടക്കം വിട്ടുനിൽക്കുന്ന ഒരു സംഗതി മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വളരെ വ്യാപകമാണ്. നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത് പോലും വളരെ കൃത്യമായി ഇങ്ങനെ വാക്സിനേഷൻ എടുക്കാതെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ വീടുകളിൽ ഈ പ്രസവം എന്ന് പറയുന്നത് വലിയൊരു ഫാഷനായി ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മതവിശ്വാസത്തിൻ്റെ പേരിൽ വീട്ടിലെ പ്രസവമാകാം. അങ്ങനെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ ആദരവ് കൊടുക്കുന്നു, അവരെ ധീരവനിതകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ആരോഗ്യ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന, ഇവിടെ നവോത്ഥാന മതിലൊക്കെ പണിത ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിൽ മതവിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം ആദരിക്കലും ഇങ്ങനെയൊക്കെ ധീരവനിതകളൊക്കെ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് കേരളം ഇങ്ങനെ 6-ാം നൂറ്റാണ്ടിലേക്കൊക്കെ പുറകിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്? എങ്ങനെ വിലയിരുത്താം ഈ സാഹചര്യത്തെ? ആദ്യം കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വീട്ടു പ്രസവത്തെ കുറിച്ച് ചർച്ച ചെയ്ത് മലപ്പുറത്ത് നടക്കുന്ന അതിരൂക്ഷമായ മതഭീകരതയെ ലഘൂകരിക്കരുത് എന്ന് എനിക്ക് ജനം ചാനലിനോട് പറയാനുണ്ട്. കാരണം ജനം ചാനൽ അല്ലാതെ വേറൊരു ചാനലിന് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള തൻ്റെ ഇടമില്ല. കാരണം അവരൊക്കെ മതേതരത്വത്തിന്റെ മുഖം മൂടി അണിഞ്ഞ, മതവാദികൾക്ക് പിന്തുണ നൽകുന്ന, വിദേശ പണം മേടിക്കുന്ന, വിദേശത്തു നിന്ന് ഭാരതത്തിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സോറസിന്റെ അടക്കം പണം മേടിക്കുന്ന പല ആളുകളും ഉൾപ്പെട്ട ചാനലാണ്. പക്ഷെ ജനം ചാനലിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന വിശ്വാസമാണ് ഞങ്ങളെപ്പോലുള്ള ദേശീയവാദികൾക്കും രാജ്യസ്നേഹികൾക്കും. അപ്പൊ അതുകൊണ്ട് ചില സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല. മലപ്പുറം എന്ന് പറയുന്നത്, പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കും, മലപ്പുറം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ മലപ്പുറത്തെ ചിന്തിച്ചാൽ പോരാ. എൻ്റെ ഒരു പുസ്തകമുണ്ട്, മലപ്പുറം ഇന്നലെ, ഇന്ന്, നാളെ. ഞാൻ എഴുതിയ ആ പുസ്തകം, ഞാനത് എഴുതാൻ വേണ്ടി മലപ്പുറത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് മലപ്പുറത്തിന്റെ സാംസ്കാരിക മേന്മയെക്കുറിച്ചും സാംസ്കാരികമായിട്ടുള്ള മേൽക്കൈയെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ തൃശ്ശൂരിലാണ് ജീവിക്കുന്നത്. സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് എന്നാണ് പലപ്പോഴും പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഭാരതത്തിന്റെ തന്നെ ചരിത്രവും പുരാണവും എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഭാരത സംസ്കാരത്തിന്റെ, കേരള സംസ്കാരത്തിന്റെ ശിരാകേന്ദ്രം ആയിരുന്നു മലപ്പുറം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും പൂന്താനവും മേൽപ്പത്തൂരും എഴുത്തച്ഛനും അടക്കം എത്രയെത്ര, അക്കിത്തം അടക്കം എത്രയെത്രയോ മഹാപണ്ഡിതന്മാരുടെ നാടായിരുന്നു. വേദങ്ങള് പഠിക്കാൻ വേണ്ടിയുള്ള ഗ്രാമങ്ങൾ, ആ ഗ്രാമത്തിലെ ജനങ്ങൾ വേദങ്ങൾ കൊണ്ട് തർക്കങ്ങൾ നടത്തി, വേദം കൊണ്ട് ലോകത്തിന് ജ്ഞാനം കൊടുക്കാൻ വേദം, ആ വേദത്തിലൂടെയുള്ള അന്വേഷണം, ഉപനിഷത്തും വേദം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, കണ്ടെത്തുക എന്നതാണ്. ഉദ്ദാലകന്റെയും അരുണിയുടെയും എല്ലാം, ശ്വേതകേതുവിന്റെയും എല്ലാം പിൻതലമുറക്കാരായി നിന്നുകൊണ്ട് അന്നം എന്താണ്, പ്രാണൻ എന്താണ്, മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉറവിടം എന്താണ്, പ്രപഞ്ചം എന്താണ്, പ്രപഞ്ചത്തിന്റെ സത്യം എന്താണ് എന്നന്വേഷിക്കുന്ന ഒരു കാഴ്ചപ്പാടിലൂടെ സമൂഹത്തെ മുഴുവനും അന്വേഷണത്തിന്റെ ത്വര കൊണ്ടുവന്ന് സത്യമറിയുവാനുള്ള ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവതും ഒന്നാണ്, ഏകം അതൊന്നാണ്. ബാക്കി കാണുന്ന വൈവിധ്യങ്ങളെല്ലാം അതിന്റെ എല്ലാം ഉള്ളിൽ അത് ഒരു ബ്രഹ്മത്തിന്റെ ആധാരത്തിലുള്ള അതിശക്തമായ, അതിമനോഹരമായ, അതിസൗന്ദര്യമുള്ള ഒരു സാംസ്കാരിക ഭൂമി, ഒരു സാംസ്കാരിക ഭൂമികയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ മലപ്പുറത്തെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ മലപ്പുറം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭീകരതയുടെ മലപ്പുറമാണ്. ഞാനിപ്പോ കേൾക്കുന്ന വാർത്തകൾ, നിങ്ങൾ ഈ വീട്ടിൽ പ്രസവിക്കുന്നവരെ ആദരിക്കുന്നു എന്നുള്ളതൊന്നും അത്ര വലിയ കാര്യമല്ല. വീട്ടിൽ പ്രസവിക്കുന്നവരെ ആദരിക്കുന്ന, നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി അവര് ആശുപത്രി പോയിട്ട് വാക്സിൻ എടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ എടുക്കാതിരിക്കാനോ ആണ് അവരുടെ ഒരു നമ്മൾ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയത് മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ കൂട്ടായ്മയുടെ പുറത്ത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതിന്റെ പുറകിലുണ്ട്. ഇങ്ങനെ ഓരോന്നിനെയും മറപറ്റിക്കൊണ്ടാണ് സംസ്ഥാനത്തെ ഭീകരവാദ ഗ്രൂപ്പുകൾ പല പോക്കറ്റുകളിലായി
കേന്ദ്രീകരിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു കേന്ദ്രീകരണം ഇങ്ങനെ വീട്ടുപ്രസവങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇങ്ങനെ ഫോം ചെയ്യപ്പെടുന്നു. ഇതും ഒരു തീവ്രവാദ സ്വഭാവത്തിലുള്ളതാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം. തീർച്ചയായിട്ടും അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം തന്നെയാണ് നിങ്ങൾ ഇന്ന് എടുത്തത് എന്നുള്ളതിൽ ഞാൻ ജനത്തിനെ അഭിനന്ദിക്കുകയാണ്. പക്ഷെ എന്റെ പോയിന്റ് അതല്ല. എന്റെ പോയിന്റ് ഇപ്പൊ സലഫി കൂട്ടായ്മ ഇവിടെ ചർച്ച വന്നോന്ന് എനിക്കറിയില്ല. ചർച്ച വരാൻ വഴിയുണ്ട്. കാരണം ജാമിദ ടീച്ചറൊപ്പം അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. മുസ്ലിം തൊഴിലാളികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സലഫി സെന്ററിന്റെ ഒരു യോഗമൊക്കെ വിളിക്കുന്ന സാഹചര്യം. അതെ. അപ്പോ ഞാൻ അതിനെ കാണുന്നത് ജനം ചാനല് ഈ ചർച്ചകൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സലഫി കൂട്ടായ്മ പെരിന്തൽമണ്ണയില് ഇതേ അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഞാൻ ഭയപ്പെടുന്നത്, ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നത്, ഞാൻ ഭയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ നാഗപ്പൂരിൽ നടന്ന ലഹളയാണ്. സമീപകാലത്ത് നാഗപ്പൂരിൽ നടന്ന ലഹളയിൽ പോലീസ് വേഷത്തിൽ അല്ലെങ്കിൽ പോലീസുകാരായിട്ട് ലഹള നിയന്ത്രിക്കുവാൻ വന്ന സ്ത്രീകൾ, ആ പോലീസ് സ്ത്രീകളെ അവരെ മാനഭംഗപ്പെടുത്തിയ, അവരെ റേപ്പ് ചെയ്ത, അവരുടെ വസ്ത്രം വലിച്ചു കീറിയ, അവരെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച അപ്പൊ വലിയ ഇഷ്യൂ ആണത്. അത് ബംഗ്ലാദേശികളാണ് അത് ചെയ്തത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും അത് നാഗപ്പൂരാണ് എന്നുള്ളത് വളരെ ഗൗരവമായി ആലോചിക്കണം. അത് നാഗപ്പൂരാണ്. എന്തുകൊണ്ട് നാഗപ്പൂർ? അപ്പോൾ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ വളരെ ബോധപൂർവമായ ഇത്തരത്തിലുള്ള കൂട്ടായ്മ നാളത്തെ അത്യന്തം അപകടകരമായ ഒരു മത ലഹളയിലേക്കുള്ള ഒരു 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 ഡോറാണോ, ഒരു വാതിൽ ആണോ, അഥവാ ഒരു ഡോർ സ്റ്റെപ്പ് ആണോ എന്നതാണ് ഒരു ശ്രീ ഗോപാലകൃഷ്ണൻ, ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം കൂടി കൊണ്ടുവരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണല്ലോ ഒരു ദമ്പതികൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് അവർ വീട്ടിൽ പ്രസവിച്ച കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നു എന്ന പരാതിയുമായി വന്നത്. ഇത് ഒരുപക്ഷെ അവർ പ്രസവിച്ചതിന് ആ വീട്ടിൽ പ്രസവിച്ചതായിരിക്കാം. പക്ഷേ ഇങ്ങനെ വീട്ടുപ്രസവം എന്ന പേരിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടുത്തെ ജനന രജിസ്റ്ററിൽ ചേർക്കുകയും അങ്ങനെ ജനസംഖ്യ ക്രമാതീതമായി കൂട്ടി ഈ രാഷ്ട്രീയത്തെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു അത്തരത്തിലുള്ള പ്രവർത്തനം ഈ സംഘടനകൾക്കിടയിൽ വളരെ വ്യാപകമാണ്. ഇപ്പോൾ ബംഗ്ലാദേശികൾ വന്ന് ഇവിടെ റേഷൻ കാർഡിൽ പേര് ചേർത്ത് അവർക്ക് വോട്ടർ ID ഒക്കെ കൊടുക്കുന്ന സാഹചര്യം പോലെ തന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങളെയും പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇവിടുത്തെ പൗരനോ പൗരയോ ആയി വളർത്തപ്പെടുകയില്ലേ? അതായത് ഈ ഭീഷണി എന്ന് പറയുന്നത് വരും തലമുറയ്ക്കാണ്. നമുക്ക് ശേഷം വരുന്ന യുവതലമുറ, അടുത്ത തലമുറ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു സാമൂഹ്യ വിപത്ത് കൂടി ഈ പ്രശ്നത്തിലുണ്ട്. 2047 ആവുമ്പോൾ ഇന്ത്യ ഭരിക്കും, 2033-31 ആവുമ്പോൾ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ ഒരു വിശാലമായ ഒരു കോൺടെസ്റ്റിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഞാൻ ജനം ചാനലിനോട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ യാത്രക്കിടയിൽ വാഗമണ്ണിൽ എനിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞ ദിവസം. ഞാൻ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആ വാഗമണ്ണുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് 100 കണക്കിന് മുസ്ലിങ്ങൾ, ഇസ്ലാം കൺസെപ്റ്റിലുള്ള ആളുകൾ, അവർ കേരളത്തിലുള്ള ആളുകളല്ല, അവര് എവിടുന്നൊക്കെയോ വന്നിട്ട്, എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ബംഗ്ലാദേശിന്നുമല്ല, നമ്മുടെ മറ്റേ ഈ അത്യന്തം അപകടകരമായിട്ട് ഇന്ത്യയുടെ ബോർഡർ കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. ബംഗ്ലാദേശ് അല്ലാതെ, ബംഗ്ലാദേശികളും അല്ല, മ്യാൻമറിൽ നിന്ന് വന്നിട്ടുള്ള ആൾ. അവർക്ക് ഒരു പ്രത്യേക പേരുണ്ട്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഈ വാഗമണ്ണിൽ കൊണ്ടുവന്ന് വളരെ ബോധപൂർവമായിട്ട് അവരെ അവിടെ പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ശ്രദ്ധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ബസിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത്, പെരുമ്പാവൂരിൽ നിന്ന് കാലിയായിട്ട്, വളരെ ഗൗരവമായ വിഷയമല്ലേ, പെരുമ്പാവൂരിൽ നിന്ന് കാലിയായിട്ടൊരു വണ്ടി ബംഗാളിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ പെരുമ്പാവൂരിലെ ബംഗാളികളായിട്ടുള്ള ആളുകളെ അതിനകത്ത് കയറ്റിയിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്ന രീതിയിലാണ്, ജോലിക്കാരായ ബംഗാളികളെ ബംഗാളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന രീതിയിലാണ് ബസ് പോകുന്നത്. പക്ഷെ ബസ്സിൽ തിരിച്ചു വരുന്നത് ബംഗാളികളല്ല, ബംഗ്ലാദേശികളാണ്, പുതിയ മുഖങ്ങളാണ്. അത്യന്തം അപകടകരമായ അന്തരീക്ഷം കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിന് ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും യാതൊരു താല്പര്യവുമില്ല. അവർക്ക് ഇതിന്റെ വോട്ടേ വേണ്ടൂ. Yes. സംഘടിതമായ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, സംഘടിതമായ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവര് തന്നെയാണ് ഇവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത്, ഇവർക്ക് വേണ്ട ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്ത്, ഇവർക്ക് വേണ്ട സൊസൈറ്റി കാർഡ് ഉണ്ടാക്കി കൊടുത്ത്, ഇവർക്ക് വേണ്ട റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്ത് ഇവരെ ഇങ്ങനെ പെരുപ്പിച്ചുകൊണ്ടിരിക്കുക. അവരെന്തിനു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പുറത്ത് RSS വളരുന്നു, അപ്പുറത്ത് ഹിന്ദു ശക്തികൾ വളരുന്നു. പക്ഷെ ഹിന്ദു ശക്തികളോ അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രസ്ഥാനത്തിന്റെ ആളുകളോ ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഇവിടെ ഇടതുപക്ഷക്കാര് സദ്ദാം ഹുസൈനെ വധിച്ച സമയത്ത് അന്ന് തുടങ്ങിയ ഏർപ്പാടാണല്ലോ. അന്ന് ബന്ധും ഹർത്താലും പ്രഖ്യാപിച്ചു. അതേ കാഴ്ചപ്പാടിലല്ലേ ഇപ്പൊ ഹമാസിന് വേണ്ടിയിട്ട് പ്രാർത്ഥനാ യോഗം. ഞാൻ ചോദിക്കണേ, എന്താണെന്ന്, എന്ത് തോന്നിവാസമാണെന്ന് ഹമാസിന് വേണ്ടി പ്രാർത്ഥനാ യോഗം നടത്തുക, എന്നിട്ട് അതിന്റെ അടിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം എഴുതി വെക്കുക. ചോദിക്കാൻ ഇവിടെ ആരുമില്ലാത്ത അവസ്ഥ. അത്യന്തം അപകടകരമായ ഒരു ജിഹാദി അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. ഞാനിപ്പോ വേറൊരു പോയിന്റും കൂടി ജനത്തിന്റെ മുന്നിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുക. എന്താ കാരണം വെച്ചാൽ, ഇന്നത്തെ ഒരു വാർത്ത ഞാൻ കണ്ടു. ആ വാർത്ത വാസ്തവത്തിൽ എന്നെ ഞെട്ടിപ്പിച്ചു. ഒരു സാംസ്കാരിക നായകന്മാരും മിണ്ടിയിട്ടില്ല. എന്താ കാരണം? മോഹൻലാൽ ശബരിമലയിൽ പോയിട്ട് വിശാഖം നക്ഷത്രത്തില് മമ്മൂട്ടിക്ക് വേണ്ടി ഒരു പുഷ്പാഞ്ജലി കഴിച്ചു. ഇന്ന് ജനം ചാനലിലൊക്കെ വരുന്ന അബ്ദുള്ള, വലിയ മാധ്യമം പത്രത്തിന്റെ, മതേതരത്വ പത്രത്തിന്റെ, അല്ലെങ്കിൽ മറ്റേ മതേതരത്വത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് വലിയ പ്രസംഗം നടത്തുന്ന അബ്ദുള്ള പറയുന്നത് മമ്മൂട്ടി തൗബ, എന്താ തൗബ നേരിടണമെന്നോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതെന്ത് മര്യാദയാണെന്ന്. ഈ നാട്ടിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും, ഏത് മതത്തിൽ അഭിരമിക്കാനും, ഏത് മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ജനങ്ങളുടെ ആ ഒരു താല്പര്യം ഒരാൾ പോയിട്ട്, അത് മോഹൻലാൽ സ്വന്തമായി പോയിട്ട് ചെയ്താൽ കുഴപ്പമില്ല. മോഹൻലാല് മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ മമ്മൂട്ടിക്ക് മതവിലക്കാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകന്മാർ ഒരു മാധ്യമം പോലെ ഈ വാർത്ത കൈകാര്യം ചെയ്തില്ല എന്നത് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വളരെ രസകരമായ കാര്യം ഇതോടനുബന്ധിച്ച് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഒരു വഴിപാട് രസീത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ, അതായത് വെടിവഴിപാട് നടത്തിയിരിക്കുകയാണ് അബ്ദുള്ളയുടെ പേരിൽ. അപ്പോ തൗബ ചൊല്ലി മരിക്കുമോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. അങ്ങനെ അബ്ദുള്ളയുടെ അനുമതിയില്ലാതെ ഇങ്ങനെ ആരാണ് വെടിവഴിപാടൊക്കെ നടത്തിയത് എന്നുള്ള ചോദ്യം ഒരുപക്ഷെ നാളെ ഉയർന്നു വന്നേക്കാം.